ഇടതുപക്ഷം ഇപ്പോൾ പോകുമോ? അടുത്ത 10 വർഷം എന്ന് പറയുന്നത് കേരള ജനതയെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തുടർഭരണത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ തുടർഭരണത്തിലൂടെ പോകുന്ന സർക്കാരിന്റെ UDFന് നഷ്ടപ്പെട്ട സീറ്റാണ്. ആ സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു ഭൂരിപക്ഷത്തിന് 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് തിരിച്ചു പിടിക്കുകയാണ്. 10,000-ന് മുകളിൽ തിരിച്ചു പിടിക്കുക. ഈ വിജയം ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്. ഈ വിജയം നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷമായി അവഗണന ഏറ്റ നിലമ്പൂരിലെ ജനങ്ങളുടെ വിജയമാണ്. ഇതിന് നേതൃത്വം നൽകിയ, ഇത് പ്രത്യേകിച്ചും പറയാനുള്ളത്, പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ജനരോഷം, ആ ജനരോഷം നിലമ്പൂരുകാർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരേറ്റ അവഗണന, ആ അവഗണനയ്ക്കെതിരെയുള്ള കൃത്യമായ പ്രതിഷേധവും പ്രതികരണവും കൂടിയാണിത്. ഇതിന് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഴുവൻ ആളുകൾക്കും, ഇതിന് നേതൃത്വം നൽകിയ UDFന്റെ നേതാക്കന്മാർക്കും, താഴെ തട്ട് വരെയുള്ള പ്രവർത്തകർക്കും, ബൂത്ത് തലത്തിലുള്ള ചെയർമാൻ കൺവീനർമാർക്കും, പഞ്ചായത്ത് നിയോജകമണ്ഡലം തലത്തിലെ ചെയർമാൻ കൺവീനർമാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ബാക്കി വിശദമായി പിന്നീട് നമ്മൾ ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല. UDF ഞങ്ങൾ പ്രതീക്ഷിച്ചത് അതിനപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞിരുന്ന സംഖ്യകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എന്തായാലും ഇത് കേരളത്തിലെ LDF ഭരണത്തിന് വരെയുള്ള കൃത്യമായ ജനവിധി. ആര്യാടൻ ഷൗക്കത്തിന്റെ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. മുകളിൽ നിന്നുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ദൃശ്യങ്ങൾ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ